പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിച്ചു. NHAയുടെ ഉറപ്പിനെ തുടർന്നും സർക്കാർ നിർദ്ദേശത്തെ തുടർന്നുമാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗതക്കുരുക്ക്, അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് ജില്ലാ കളക്ടർ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോഴത് പിൻവലിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം ആ ഉത്തരവിൽ വിശദീകരിക്കുന്നത് എങ്ങനെ സൂരജ്? TK, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കുന്നത്. ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ, അതായത് മണ്ണൂത്തിക്കും ഇടപ്പള്ളിക്കും ഇടയിലുള്ള ഹൈവേയിൽ ചെറങ്ങര, കൊരട്ടി തുടങ്ങി വിവിധ ഇടങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണുള്ളത്. ഈ ടോൾ കൊടുത്തു പോകുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യമില്ല എന്ന് മുൻനിർത്തിക്കൊണ്ടാണ് ഈ കളക്ടർ ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത്. അത് നേരത്തെയും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോൾ പ്ലാസ അധികൃതരും അതോടൊപ്പം തന്നെ NHAയ്ക്ക് അടക്കം പലപ്പോഴും നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു നടപടിയും ഉണ്ടാകാതെ പോയ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ടോൾ പിരിവ് നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് കളക്ടർ ഇതിനകത്ത് വിശദീകരിക്കുന്ന കാര്യം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇത് സംബന്ധിച്ച് ഉത്തരവ് പിൻവലിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഉന്നതതല ഇടപെടൽ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ മുകളിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ NHA ചില ഉറപ്പുകൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നു. അടിയന്തരമായി ഗതാഗതക്കുരുക്കടക്കം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം എന്നതാണ് നൽകിയിരിക്കുന്ന ഈ ഉറപ്പ്. NHAയുടെ ഈ ഉറപ്പും അതോടൊപ്പം തന്നെ ഈ സർക്കാർ തലത്തിലുള്ള ഇടപെടലും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉത്തരവ് പിൻവലിക്കുന്നത്. അത് ഈ ഉത്തരവിൽ കളക്ടർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു അസാധാരണ നടപടിയായിരുന്നു ഇന്നലെ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ഉണ്ടായത്. പക്ഷേ അത് 24 മണിക്കൂർ തികയുന്നതിനുള്ളിൽ തന്നെ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. TK, ശരി, സൂരജ് സജീവ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.